അപ്പം ഈ പുതിയ വർക്കിന് കാര്യം എങ്ങനെയാണ് അതിൻ്റെ ഒരു GDC തന്നെയാണ് ചെയ്യുന്നത്, അരുൺദേവ് തന്നെ വരുന്നു, അപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തൊരു ടീം. അപ്പോൾ എന്താ എത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ട് ഇപ്പം? കാരണം കഴിഞ്ഞത് അത്യാവശ്യം നല്ലൊരു വ്യൂസിലേക്ക് വരുന്നു, ഇപ്പോൾ 3 മില്യൺ അടുത്ത്. 2.8 മില്യൺ. അല്ല, ഇത് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നെ ഇപ്പോൾ ഡാൻസേഴ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ, എല്ലാം നമ്മൾ ഇത്തവണ നമ്മൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അതൊന്നും ഇത്തവണ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. നമുക്ക് കളർ ഗ്രേഡിംഗ് ആയാലും എവറിത്തിങ്, നമ്മുടെ ഡാൻസ് സ്റ്റെപ്സ് ആയാലും പവർ ആയാലും എല്ലാം നമ്മൾ ഇത്തവണ ബെറ്റർ ആക്കണം. കാരണം അതേ ടീം തന്നെയാണ് വീണ്ടും, അതേ ഡാൻസേഴ്സ്, അതേ ക്രൂ, അതേ സിനിമാറ്റോഗ്രാഫർ, എവറിത്തിങ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമിനെ കാട്ടിയും ആൾക്കാർ കാണുമ്പോൾ പറയണം ഇത്തവണ ക്യാമറ വർക്ക് ഡാൻസൊക്കെ അതിനെക്കാട്ടിയും ബെറ്റർ ആയിരുന്നു. നമുക്ക് ഇത്തവണ നമുക്ക് 3 മില്യൺ ക്രോസ് ചെയ്യണം തന്നെയാണ് മനസ്സിലുള്ള ഒരു ഇത്. 3 മില്യൺ ക്രോസ് ചെയ്യണം അങ്ങനെ പറയണില്ല. എന്റെ മനസ്സിൽ ഞാൻ ഒരു 5 വെക്കുന്നു. ഇത് ആരാ സംസാരിക്കാൻ ഇത് മലയാളം പാട്ടാണ്. അപ്പം നേരത്തെ തമിഴ് പാട്ടായിരുന്നു. അപ്പൊ നമ്മളെ ഭാഷ ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീകാന്ത് രാധാകൃഷ്ണൻ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോസ് കുറച്ച് നാൾ ഡിലേ ആയി. ആദ്യം ഇലക്ഷൻ, പിന്നെ ക്രിസ്മസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ അധികം നല്ല കണ്ടൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് സിനിമാ മോഹികളായ ഞാനും ഇത് കാണുന്ന കുറേ പേരെങ്കിലും സിനിമ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറേ പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ്. എല്ലാ സിനിമാ മൂവികൾക്കും പിന്നെ അതുപോലെ തന്നെ സിനിമ ചെയ്യുന്നവർക്കും സീരിയൽ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അച്ചു, വെൽക്കം ടു. ഞാൻ ആദ്യമായിട്ടാണ്, സാധാരണ ഞാൻ എവിടെയെങ്കിലും കുത്തിയിരുന്നിട്ട് ഒരു ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാറാണുള്ളത്. അതുകൊണ്ട് ഇത്തവണ ഹൈപ്പർ ആയിട്ടുള്ളൊരു വ്യക്തി, എൻ്റെ ഒരു ഫ്രണ്ട് ഹൈപ്പർ അച്ചുവിനെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ചാനലിലെ കംപ്ലീറ്റ് നമ്മൾ ഫേസ് മാറ്റുകയാണ്. ചാനൽ കുറച്ചുകൂടി ഒരു ഹൈപ്പറായിട്ട് കുറച്ചുകൂടി ഒരു വൈബ് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ അച്ചും കൂടെ എൻ്റെ കൂടെ ഇന്ന് വ്ളോഗിന് ചേരുകയാണ്. അച്ചു എല്ലാ ദിവസവും എൻ്റെ കൂടെ വ്ളോഗ് ചെയ്യാൻ കാണുമോ, അതോ ഇന്നത്തേക്ക് മാത്രമാണോ? എല്ലാ ദിവസവും ശ്രീകാന്ത് എടുക്കുന്ന കണ്ടന്റും പോകുന്ന സ്ഥലങ്ങളും ബേസ് ചെയ്തിരിക്കും. അതായത് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന് നമ്മൾ ഒരുമിച്ചൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വ്ളോഗ് ചെയ്യുവാണ്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വരും. അതല്ല, ഞാൻ അത് മാത്രമല്ല പറയാൻ വന്നത്, അതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള വ്ളോഗ്സിൽ അച്ചും കൂടെ പാർട്ടാവും. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് ചിത്രാഞ്ജലി ചുറ്റും ഒന്ന് കാണാം. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇതിനകം കാണണമെന്ന് ആഗ്രഹം കാണും. പ്രത്യേകിച്ച് ഈ സീരിയലൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ശരിക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറേയേറെ ലൊക്കേഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ലൊക്കേഷൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഒരു 3 സീരിയലെങ്കിലും ഷൂട്ട് നടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് ഷൂട്ട്സ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചിത്രാഞ്ജലി പല ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ പലയിടത്തായിട്ട് ഇങ്ങനെ ഷൂട്ട്സ് നടക്കുന്നു. അപ്പം നമുക്കെല്ലാം ഒന്ന് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് എലമെൻ്റ് കൂടെ കിട്ടുമെന്ന് നോക്കാം. നേരെ വ്ളോഗിൽ. അപ്പോൾ ഇത് ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലാണ് അല്ലേ അജു? അതെ, ശരിക്കും നമ്മൾ കയറി വരുന്നത് കോവളം റൂട്ടിൽ നിന്നാണ്. അതായത് നമ്മളുടെ ബൈപ്പാസിൽ നിന്ന് കുറച്ച് മാറിയിട്ട് തിരുവല്ലത്തിൽ നിന്ന് ഉള്ളോട്ട് കയറിയിട്ടാണ് ഈ സ്പോട്ട് ഇരിക്കുന്നത്. ആൻഡ് ഇതൊരു ശരിക്കും ഒരു കുന്ന് തന്നെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതെ, ഒരു കുന്നിൻ്റെ മുകളിലുള്ള കുറച്ച് ഫെസിലിറ്റീസ് ആണ്. ശരിക്കും ഞങ്ങളിപ്പം തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേരി അല്ലേ, തേരി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വളവ് കഴിഞ്ഞു, അടുത്തൊരു വളവിലേക്കാണ്. അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറേ അധികം അങ്ങോട്ട് നടക്കാനുണ്ട്, കുറേ അധികം ലൊക്കേഷൻസും ഉണ്ട്. ശ്രീകാന്ത്, അതല്ല ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ നടന്ന വഴി കൂടെ ആയിരിക്കും നമ്മളിപ്പോൾ. തീർച്ചയായിട്ടും ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരു കാലത്ത് നടന്ന ഒരു വഴികളായിരിക്കാം. പിന്നീട് ഒരു കാറിലൊക്കെ ആയിരുന്നെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു നാളല്ലേ അവരുടെ ഒരു തുടക്കകാലത്തൊക്കെ നടന്ന ഒരു വഴികളായിരിക്കാം. വർഷങ്ങളായിട്ട് ഷൂട്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേയധികം സെലിബ്രിറ്റീസ് ഒക്കെ നടന്ന വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ സ്പർശങ്ങളേറ്റിരിക്കുന്ന ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ എന്തോ ഒരു സുഖമുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയൊക്കെ ഒരുപാട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക്. അച്ചു കുറേ അധികം വാക്കുകൾ എനിക്ക് തരുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വ്ളോഗിൽ തീർച്ചയായിട്ടും അച്ചുവിനെ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കമൻറ്റുകൾ അങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അച്ചുവിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും സ്പെഷ്യലായിട്ട് എൻ്റെ ചാനൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ വേറൊരു വർക്കിന് വേണ്ടി വന്നതാണ് ആക്ച്വലി. അത് ഞാൻ അവസാനം കാണിക്കുക എന്താണ് വർക്കെന്നൊക്കെ. DP ലൈഫ് സ്റ്റൈലിൻ്റെ വർക്കാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് ശരിക്കും ഇങ്ങനൊരു വ്ളോഗ് എടുക്കാൻ കാരണക്കാരനായ വ്യക്തിയെക്കുറിച്ച് 2 വാക്ക് അച്ചു പറയാം. എപ്പോഴത്തെയും പോലെ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വരെ കാരണമായിട്ടുള്ള ആളെന്ന് പറയുന്നത് അരുൺദേവാണ്.
DP ലൈഫ് ഹബ്. നിങ്ങൾ DPയുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ആ പ്രൊമോഷൻ അത് വേണ്ട, എനിക്ക് പൈസ തന്നിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും കാണണം. കാരണം അതിനകത്ത് ഒരുപാട് നല്ല വിഷ്വലി അടിപൊളിയായിട്ടുള്ള കണ്ടന്റ്. വ്ലോഗ് അല്ല ആക്ച്വലി പറയാനുള്ളത്. നമ്മളുടെ വീഡിയോ പ്രൊഡക്ഷൻ, ഫോട്ടോഷൂട്ട്സിന്റെ ബിഹൈൻഡ് ദ സീൻസ്, അങ്ങനത്തെ കുറേ അധികം ഫാക്ടേഴ്സ് ആണ് DP ലൈഫ് ഹബിലുള്ളത്. അതിൽ വീഡിയോസ് വളരെ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ എന്താ പറയുക, സാധാ കാണുന്ന കണ്ടന്റ്സ് അല്ല, വളരെ നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് ആണ്. അരുൺ ദേവിന്റെ സ്പെഷ്യൽ വർക്ക്സ് ആണ്. തീർച്ചയായിട്ടും DP ലൈഫ് ഹബ് എന്ന് ശരിക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞാൻ ലിങ്കിൽ DP പ്രൊഡക്ഷൻ എന്നുള്ള ഇതാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. തീർച്ചയായിട്ടും പോയി കാണുക. നല്ല വർക്കുകളുണ്ട്. ചിലപ്പോൾ ഞങ്ങളെ കാണാനൊക്കെ സാധിക്കും. അതെ, തീർച്ചയായിട്ടും കാണുക. അത് നല്ലൊരു ചാനലാണ്. കൂടാതെ മറക്കാതെ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നേരെ പോവുകയാണെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോർ ആണ്. 1 and 2 ഉണ്ട്. അവിടെ 2 ഷൂട്ടിംഗ് ഫ്ലോർസ് ഉണ്ട്. പിന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, പിന്നെ ക്യാൻറ്റീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഗസ്റ്റ് റൂംസ്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ടെക്നിക്കൽ ഓഫീസ്, റെക്കോർഡിംഗ് തിയേറ്റർ, കൂടാതെ ഡിജിറ്റൽ എഡിറ്റിംഗ് യൂണിറ്റ് ആസ് വെൽ. ഫിലിം പ്രിസർവേഷൻ യൂണിറ്റ് ഉണ്ട്. ഫിലിം മ്യൂസിയം ഉണ്ട്. ഓഫ് കോഴ്സ് ഫിലിം ആസ്പിറൻസിനൊക്കെ ഫിലിം മ്യൂസിയം കാണാൻ വളരെ ഇഷ്ടമായിരിക്കും. ദെൻ ഫിലിം ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ചിത്രാഞ്ജലി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എവിടെ തിരിഞ്ഞാലും ലൊക്കേഷനാണ്. കുറേ അധികം അമ്പലങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സ്പോർട്സ് നമ്മൾ കാണിച്ചു തരാം. ഊഞ്ഞാലൊക്കെ ആടാനുള്ള പെർഫെക്റ്റ് സ്ഥലം ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സ്റ്റുഡിയോ ഫ്ലോർസിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ 2 സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ട്. ഇത് ഒന്ന്, നേരെ കാണുന്നത് 2ാമത്തെ ഫ്ലോറ്. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന മിക്ക റിയാലിറ്റി ഷോസിൻ്റെയും ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ 2 സ്റ്റുഡിയോ ഫ്ലോർസാണ്. സി കേരളമിൻ്റെ ഒരു ഷൂട്ടിന് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ. അപ്പോൾ പ്രിയാമണി മാം, അങ്ങനെ കുറേ പേരെ നമുക്കന്ന് കാണാനും സാധിച്ചു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ ഒരു സെലിബ്രിറ്റീസ് സെൻറ്റർ ചെയ്യുന്ന ഒരു പ്ലേസാണ് ഈ കാണുന്ന 2 സ്റ്റുഡിയോ ഫ്ലോർസ്. അപ്പോൾ ഞാനും അച്ചുവും കൂടെ സ്റ്റുഡിയോ ഫ്ലോറിലകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ അമൃതയിലെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് അമൃത TVയുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ സെറ്റാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സെറ്റ് ഒന്ന് കാണിക്കാം. നല്ല ഗംഭീര സെറ്റാണ്. കൂടെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന 2 പാനലിൽ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മേലോട്ട് നോക്കുവാണെങ്കിലും ഫുൾ നമ്മൾക്കൊരു നിഗൂഢത ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ബിഹൈൻഡ് ദ സീൻ കാണാൻ പറ്റിയത്. എനിക്കൊന്ന് ലൈറ്റ്സിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ചേട്ടന്മാർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ ഒക്കെ ഒരു സമയത്തും ഇത്രത്തോളം വർക്ക്സ് നടക്കുന്നത് ശരിക്കും ഈ ഒരു മേഖലയിലെ ആൾക്കാർക്ക് ഏറ്റവും ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. എല്ലാവരും അതിൽ നിന്നൊക്കെ മുക്തമായിട്ട് ഗിഡിലമായിട്ട് അവരവരുടെ മേഖലയിൽ സെറ്റപ്പായിട്ട് വരട്ടെ അല്ലേ. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ അകത്ത് തന്നെ ഒരുപാട് ഗസ്റ്റ് റൂംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്കെല്ലാം എന്താ പറയുക, അവർക്ക് ഫ്രഷ് ആവാനും അവർക്ക് സ്റ്റേ ചെയ്യാനും ഒക്കെ ഉള്ള ഗസ്റ്റ് റൂംസാണ് ഈ കാണുന്നതെല്ലാം. അച്ഛനൊന്ന് കാണിച്ചു തന്നു, മേലോട്ട് കാണിച്ച്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ഫ്ലോർസിൽ നിന്നൊക്കെ ഇറങ്ങി അടുത്ത സ്ഥലമായിട്ടുള്ള ഗ്രീൻ മാറ്റ് ആൻഡ് ഔട്ട്ഡോർ യൂണിറ്റ് അങ്ങോട്ടാണ്. നല്ലൊരു സെറ്റാണ് ഇത്. ശരിക്കും ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വീടിന്റെ സ്ട്രക്ചറാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അധികം യൂസ് ചെയ്യുന്നില്ലായിരിക്കും. ഒരു പക്ഷേ വളരെ വൃത്തിയായിട്ട് കിടക്കുന്നു. അറിയില്ല എത്രത്തോളം യൂസ് ഉണ്ട്. ചിലപ്പോൾ എനിക്ക് ചെറിയ ഗവൺമെൻറ് ഓഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, പോലീസ് സ്റ്റേഷനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ ഗ്രീൻ മാറ്റിൻ്റെ ആ വഴിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഒരു റാമോജി ലെവലിലേക്ക് ഒരുപാട് കൊണ്ടുവരാൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് സ്ഥലമുണ്ട്. വളരെ
വളരെ രസകരമായിട്ടുള്ള സ്ഥലം. സത്യത്തിൽ ഭയങ്കര കാമാണ്, അധികം ആൾക്കാരില്ല, ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം. എന്നാൽ ഇട റോഡുകളൊക്കെ ഷൂട്ട് ചെയ്യാം അല്ലേ, ഇട റോഡുകളിലെ സീൻസ് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഒരു വളരെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, എന്തിനാണ് കൂടുതൽ പറയുന്നത്, അടിപൊളിയായിട്ടുള്ള സ്ഥലം. നമുക്കറിയാം ഇതൊക്കെ പലയിടത്തും പല വിഷ്വൽസിലും, അതായത് സീരിയലിലാണെങ്കിലും സിനിമയിലെല്ലാം കണ്ട രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് എന്താ പറയുക ആ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും, ഈ വിഷ്വലൊക്കെ ഈ സ്ഥലത്ത് നിന്നാണെന്നുള്ളത് മനസ്സിലാവും. അപ്പം വളരെ എന്താ പറയുക, ചിത്രാഞ്ജലി ഇത്രയും സ്ഥലം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. കുറേ ഇടവഴികളാണ്, അതിൻ്റെ ഒക്കെ അകത്തൂടെ നമ്മൾ കയറുമ്പോഴത്തേനും നമ്മൾ വന്ന വഴിയിലേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടാണ് നമ്മൾ എത്തിക്കുന്നത്. കോവിഡ് ആയതുകൊണ്ട് തന്നെ കുറേ ഫെസിലിറ്റീസ് ഓപ്പൺ ആവാനുണ്ട് ഇനിയും. അതിലൊന്നാണ് ഗ്രീൻ മാറ്റ് സ്റ്റുഡിയോസ്. അതിൽ ഗ്രീൻ മാറ്റ് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരുപാട് ചിത്രങ്ങൾക്ക് ഇതുപോലുള്ള വിഷ്വൽസ് ആവശ്യമായിട്ടുണ്ട്. എനിക്കൊന്ന് ഫുള്ളി ഫ്ലെഡ്ജഡ് ആയിട്ട് കാര്യങ്ങൾ കോവിഡൊക്കെ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോഴത്തേക്കും. മുമ്പ് ഒരു വട്ടം ഞാൻ ഈ ഗ്രീൻ മാറ്റ് സ്റ്റുഡിയോയുടെ അകത്ത് കയറിയിട്ടുണ്ട്. അതായത് എൻറ്റയർ ഒരു സ്റ്റുഡിയോ ഫ്ലോർ എത്ര സ്ക്വയർ ഫീറ്റ് എനിക്ക് പറയാനറിയില്ല, പക്ഷെ ഒരു റൂമിനേക്കാളും വലിയൊരു ഏരിയ തന്നെ കംപ്ലീറ്റ് ഗ്രീൻ മാറ്റാണ്. നടന്ന് ഒരുപാട് ക്ഷണിച്ചപ്പോഴത്തേക്ക് ഞാൻ വെച്ചും കൂടെ ഇവിടെ ഒരു മരം കണ്ടു, ചെറിയൊരു മരം, ഒഴിഞ്ഞിടക്കുന്ന മരം. അവത്തിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഓടി വരാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കണം നടത്തും. ഇവിടെ വേറൊരു യൂണിറ്റ്, ഇവിടെ ഒരു സീറ്റിൻ്റെ ഷൂട്ടിംഗ് ആണ് തോന്നുന്നത്. അതിൻ്റെ യൂണിറ്റ് ഇവിടെ ഉണ്ട്. വളരെ കാര്യമായിട്ടുള്ള ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് അവർ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് അവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ കാണിക്കുക. മറ്റൊരു ഫെസിലിറ്റിയാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള മുഖങ്ങളുണ്ടോ എന്ന് കാണാൻ അവസരം തരാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അപ്പം നമ്മൾ നടന്ന് എവിടെ എത്തിയത്? ഒരു അമ്പലം സെറ്റ്. ഇത് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് അങ്ങനെ സാധാ സെറ്റുകളുടെ ഒരു ഇതിൽ പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇങ്ങനെ മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് പൊളിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. ഇത് വരിക, ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുക, പോവുക. പക്ഷെ ചില മെയിൻ്റനൻസ് ഫാക്ടറൊക്കെ ഓരോ ഫിലിമിന്റെ നീഡ്സിനനുസരിച്ച് അവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് പെയിന്റ് മാറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ ഫിലിമിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ മാറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു നോർമൽ അമ്പലം അല്ലേ, ശരിക്കുള്ള ഒരു അമ്പലം പോലൊക്കെ തന്നെ ഇരിക്കുന്നു. നമുക്കറിയാം 6-ാം തമ്പുരാനകത്ത് നമ്മുടെ മഞ്ജു വാര്യർ വന്ന് ആ ഒരു ചെറിയൊരു അമ്പലത്തിൽ ലാലേട്ടനുമായിട്ടുള്ള സംസാരമൊക്കെ ഉള്ള ആ ഒരു അമ്പലത്തിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ അല്ലേ അല്ലേ മൊത്തത്തിലൊരു കറക്റ്റ് അമ്പലം അല്ല എന്ന് ആരും പറയാൻ പോകുന്നില്ല. അമ്പലം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമായിരിക്കും അല്ലേ, ഒന്ന് നോക്കിയാലോ. ശരിക്കും നിങ്ങൾ അമ്പലത്തിന്റെ അകം കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. ഇവിടെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആക്ച്വലി ലൈറ്റ് ഉണ്ട് കേട്ടോ, വളരെ കുഴപ്പമില്ലാത്ത ലൈറ്റ് ഉണ്ട്. ഇത് വന്നിട്ട് വളരെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഫേസിൽ ലൈറ്റ് അടിക്കുന്നുണ്ട്, എങ്ങനെ അറിയില്ല എനിക്കൊന്നും. എൻട്രൻസിന്റെ അവിടുന്ന് കറക്റ്റ് അല്ലാതെ ഇവിടെ നോക്കല്ലോ, ഇതാണ് ഈ ചിത്രാഞ്ജലിക്കുള്ളിലെ ഒരമ്പലത്തിൽ അല്ലേ. ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ കയറുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പൊ ആക്ച്വലി എന്താ പറയാ, ചിത്രാഞ്ജലിയിലെ ഒരു ഫെസിലിറ്റി, അത് അമ്പലത്തിന്റെ ചെറിയ അമ്പലത്തിന്റെ ഫെസിലിറ്റിയാണ്. സീരിയലിലും സിനിമയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഷോർട്ട് ഫിലിംസിലും വെബ് സീരീസിലും എല്ലാം യൂസ് ചെയ്യാം. ഞങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഇറങ്ങുകയാണ്. അപ്പൊ അടുത്തൊരു ഫെസിലിറ്റിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് വരുമ്പോൾ മറ്റൊരു അമ്പലത്തിന്റെ സെറ്റപ്പാണ്. കുറച്ചുകൂടെ വലിയ അമ്പലം, കോമ്പൗണ്ട് ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ആൽത്തറയുണ്ട്, പക്ഷെ ആഞ്ഞിലിയുള്ള ആൽത്തറ, ആഞ്ഞിലിത്തറ. പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ മനസ്സിലായി, തൂങ്ങി കിടക്കുന്ന വള്ളികളൊന്നും ഈ മരത്തിന്റേതല്ല. സെറ്റില് അതിന്റേതായ ഏതോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്തിട്ടിട്ട് പോയതാണ് ആ വള്ളിയൊക്കെ. പക്ഷെ വളരെ നാച്ചുറലായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ആ അമ്പലത്തിൽ കയറി ചെമ്പകം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അടുത്തൂടെ നമ്മൾ നടക്കുമ്പോഴത്തേനും പൂത്ത് നിൽക്കുന്ന ചെമ്പകമാണ്. ശരിക്കും നല്ല ഇത് മറ്റേ നമ്മുടെ റംബൂട്ടാൻ കഥകൾ പോലെ ചെമ്പകപ്പൂ കഥകൾ വരുമോ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ നേരെ അമ്പലത്തിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അമ്പലത്തിനകം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ശരിക്കും ഒരു അമ്പലം പോലെ തന്നെ. ഞാൻ ഈ പത്തനംതിട്ട ഭാഗത്തൊക്കെ നമ്മുടെ എവിടാ
ആറന്മുള ഭാഗത്തൊക്കെ ഉള്ള അമ്പലങ്ങളുടെ ഒരു ടച്ച് ഉണ്ടല്ലേ. അതായത് ഒരു കല്ല് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ്. അകത്തൊരു ദേവിയുടെ ശില്പം പോലുള്ള ഒരു ഇതുണ്ട്, പിന്നെ ശിവന്റെ ലിംഗമുണ്ട്. അങ്ങനെ മൊത്തത്തില് ഒരു ശരിക്കും ഒരു അമ്പലം പോലെ തന്നെയുള്ള ഒരു സെറ്റ്. ശിവലിംഗം വെച്ചാൽ ശിവന്റെ അമ്പലമായി, ദേവിയുടെ പ്രതിഷ്ഠ വെച്ച് ദേവിയുടെ അമ്പലമായി. അപ്പം അതിനെ പറ്റിയൊരു സെറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാം. അപ്പൊ അമ്പലത്തിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. അപ്പം ഇത്രയും ആളൊഴിഞ്ഞ് ഈ കോവിഡ് സമയത്ത് മൊത്തത്തിൽ അമ്പലത്തിൽ ആൾക്കാർ കുറവാന്ന് തോന്നുന്നു. ഇപ്പൊ പിന്നെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉത്സവമൊക്കെ എല്ലാ അമ്പലത്തിലും പഴയതുപോലെ തന്നെ നടത്താമെന്നുള്ളൊരു വലിയ ആളില്ലാതെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതൊരു വളരെ അടിപൊളി ഫെസിലിറ്റി ആട്ടോ. ഞാൻ നേരത്തെ കണ്ട ഒരു ചെറിയൊരു അമ്പലത്തിന്റെ ഒരു സീരിയൽ ഷൂട്ടിന് അല്ലെങ്കിൽ ഒരു നാട്ടുമ്പുറത്തെ അമ്പലത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു വലിയ, അതായത് ഒരു പ്രോപ്പർ അമ്പലത്തിന്റെ, അതായത് ഈ ഉണ്ണിമുകുന്ദരെയൊക്കെ പല സിനിമയിലും പുള്ളി പാട്ടിനിടയിൽ കാണിക്കുന്ന ഒരു സെറ്റപ്പ് പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലക്കാടൻ സ്റ്റൈല് അല്ലെ, ആ ഒരു സ്റ്റൈലിലൊക്കെയുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു അമ്പലം. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ചിത്രാഞ്ജലി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ കാണിച്ചു. നല്ല സ്ഥലമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ അങ്ങനെ സൈറ്റ് സീയിങ്ങിനായിട്ട് നമുക്ക് കയറാൻ പറ്റുമോ? അത് നമുക്ക് നമ്മളുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. സൈറ്റ് സീയിങ്ങിനും വളരെ നല്ലൊരു സ്പോട്ടാണ്. അതെ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തേക്ക് വന്ന് കണ്ട് അത്യാവശ്യം നടക്കാനൊക്കെ ഉള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, എന്നാൽ കാണാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അതെനിക്കറിയില്ല ആ ഫെസിലിറ്റി അങ്ങനെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അത് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വീഡിയോ തന്നെ ഉൾപ്പെടുത്താം. പക്ഷേ ഇത് ഇങ്ങനൊരു സെറ്റപ്പ് ശരിക്കും ഒരു ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ ഒരു മേ ബി ഒരു കവർ സോങ്ങോ ഒരു ആൽബം സോങ്ങോ അല്ലെങ്കിൽ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ അനുവദനീയമാണ്. എനിക്കറിയില്ല. ഷൂട്ട്സ് എല്ലാം തന്നെ അലൗഡ് ആണ്. കാരണം മ്യൂസിക് വീഡിയോസ് അങ്ങനെ പല രീതിയിൽ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഫൈലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി. അപ്പോൾ വെഡിങ്ങും പറ്റുമായിരിക്കാം, തീർച്ചയായിട്ടും വെഡിങ്ങും പറ്റുമായിരിക്കും. ഓക്കെ, അത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് ശരിക്കും പ്രൊഫൈലിലിടാം. പക്ഷെ നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ശരിക്കും ഒരു ഫോട്ടോഗ്രാഫർക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫർക്ക് ഒരു സിനിമാറ്റോഗ്രാഫർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അതിൻ്റെ ഒരു കളർ കോംബോ ഗ്രേഡിംഗ് എല്ലാം വളരെ പക്കപ്പൊക്കെയായിട്ട് വന്നു. നമുക്ക് അടുത്ത ഫെസിലിറ്റീസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ പുറത്ത് വന്നിരിക്കുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. അച്ചു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ച് ഡാൻസേഴ്സ് കൂടെ ഉണ്ടായിരുന്ന പൊളിയായിരിക്കും അല്ലേ? അടിപൊളി. നമ്മുടെ അയാൾ കഥ എഴുതിയ ലാലേട്ടൻ പറയുന്ന പോലെ ആ പാട്ടില്ലേ, കുപ്പിവള കിളിങ്ങില്ല. അപ്പം ഒരുപാട് ചിത്രാഞ്ജലിയിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കണ്ടു, അവിടുത്തെ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ കണ്ടു. അപ്പം ഒരു അടിപൊളി ഒരു വീഡിയോ തന്നെ വന്നെന്ന് തോന്നുന്നു. പിന്നെ മാത്രമല്ല ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് നമ്മുടെ ദിയ കൃഷ്ണന്റെ ഒരു ഡാൻസ് നമ്മൾ കണ്ടു. അച്ചു എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച്? സോ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് ഇസ് ഓൾ അബൌട്ട് ദ ബിഹൈൻഡ് ദ സീൻ. ദിയ കൃഷ്ണയുടെ അപ്കമിങ് ഡാൻസ് കവറിന്റെ ബിഹൈൻഡ് ദ സീൻ ആണ്. എല്ലാവരും മസ്റ്റായിട്ടും കാണണം. സ്റ്റേ ട്യൂൺ. അപ്പം തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ മിസ്സാവില്ല. അതുവരേക്കും നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.